അമ്മച്ചിയെ എങ്ങനുണ്ട്? റീന പോയിട്ട് എത്ര ദിവസമായി ശനി? 4-5 ആ, അതിൻ്റെ കാണാനും ഉണ്ട്. വളരെ മോശമായിരിക്കും ശനി. അവരൊന്നും മിണ്ടുന്നില്ലെന്ന് കരുതി പേനില്ലെന്ന് വിചാരിക്കല്ലേ. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പറ്റുന്ന പോലെയൊക്കെ ഇനിയും ഞാൻ ചെയ്യും. ശനിയെ കൊണ്ട് ഇത്രേ പറ്റത്തോളെങ്കിൽ വളരെ കോംപ്ലിക്കേഷൻ ആവും. അതെ, കിടക്കുന്നവർക്കല്ല, ബാക്കിയുള്ളവർക്ക്. ആ കുട്ടിച്ച ഓക്കെ ഇല്ലയോ? അല്ലാതെ പറ്റൂ? അല്ല, പെട്ടെന്ന് ഇങ്ങനെ പോയാലെങ്ങനെയാ? പെട്ടെന്നായാലും എന്താ? 4-5 ദിവസം അവിടെ പോയി നിൽക്കട്ടെ. ഇപ്പൊ തന്നെ ഉച്ചയായി, ഇനി പോയിട്ട് എപ്പോ വരാനാണ്? ചാച്ചനും അമ്മച്ചും തന്നെയായാലോ? ഞാൻ വൈകിട്ട് ഇങ്ങ് വരും. ചാച്ചനും അമ്മച്ചും അത് മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. നീ എന്താന്ന് വെച്ചിട്ട് ഞാനിപ്പോ എന്തോ പറയാ. നീ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ? വരുന്നു അമ്മേ. ചാച്ചാ പോയിട്ട് വരാവേ. അപ്പച്ച പോയിട്ട് വരാമേ. ഓ ഓ, വേഗം വരണേന്നുണ്ടപ്പാ, അപ്പച്ചന് ബോറടിക്കും. ചൊല്ലു. ഇത് പ്ലാനിലില്ലാത്ത പരിപാടിയാണല്ലോ. പെട്ടെന്ന് തീരുമാനിച്ച ഇവൻ 4-5 ദിവസം അവിടെ പോയി നിൽക്കട്ടെ. അവനെങ്കിലും മനസ്സ് പിടിച്ച് എന്തെങ്കിലും കഴിക്കട്ടെ. ഞാൻ തുമ്പോന്റെ പ്രശ്നമൊന്നും അവനില്ലല്ലോ. അത് നന്നായി. 4-5 ദിവസം നമുക്ക് സ്വസ്ഥമായിട്ട് കാണാമല്ലോ. അയ്യോ, ബ്ലൂടൂത്തിലാണോ? കുഴപ്പമില്ല. ഇപ്പം 4-5 നമ്മൾ കണ്ടിട്ട്. വെച്ചോ. ഇന്ന് വരില്ലേ അതോ? ഇവൻ അവിടെ കൊണ്ടാക്കുന്നു അടങ്ങുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യ്, നീ അവിടെ നിന്ന് എത്തിയിട്ട് വിളിക്ക്. ഓക്കെ, അത് ഞാൻ പറയാം. എടാ, കായംകുളത്തുനിന്ന് സാധനം ഇറക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഗുരുവായൂരോ പാലക്കാടോ നോക്കണം. എന്റെ പൊന്നിടവേ, നാട്ടുകാർക്ക് മൊത്തം കിട്ടിയിടുന്നുണ്ട്. ആർക്കും വേലയും കുലിയില്ലാത്ത ഇക്കാലത്ത് ഇതൊക്കെ വർക്കൗട്ട് ആവോ? കിറ്റി തേങ്ങയില്ലല്ലോ. ഇല്ലേ, കിറ്റില് തേങ്ങയില്ലേ? അതാടാ ഞാൻ പറഞ്ഞത്, കിറ്റി തേങ്ങയില്ല, ഒരു മാങ്ങയില്ല. തേങ്ങ അരച്ച് മീൻകറി വരെ വെക്കുന്ന നമ്മുടെയൊക്കെ വീട്ടില് തേങ്ങ ഇല്ലാതെ വല്ല പണി നടക്കും. ആളിയാ നേരം വെളുത്താ കുറച്ച് പണിയുണ്ടായിരുന്നല്ലേ. പിന്നെ നാട്ടിൽ ഓരിക്കുമ്പോൾ ഇയാളല്ലേ നോക്കുന്നത്. 24 മണിക്കൂറും കഥ അടച്ചടക്ക ഒരു ഉളുപ്പില്ലേ ഒളിയാ. ഈ കിടത്തണ്ണയിൽ 24 മണിക്കൂർ വന്നിരിക്കുന്ന നിനക്കൊന്നും ഉളുപ്പില്ലയോ? ഇപ്പൊ നമ്മളാരായി? നമ്മളല്ല, നീ. ഒരു പണിക്കും പോണ്ട് കുത്തിയിരുന്നു. കഷ്ടം. ആഹാ, ഷൈനി ചക്കവണ്ണ ആർക്കിട്ടാണ് ഇപ്പൊ ഒരു ഹോൺ? വളവല്ലേ എളിയാ, ഹോൺ അടിച്ചോട്ട്. വളഞ്ഞാലില്ലെങ്കിലും അവളൊരു അടാറ് ചരക്കാണ് മോനെ. തുടങ്ങി CCTV. ഒരു കോപ്പല്ല. കഴിഞ്ഞാണ് സേവിച്ചൻ ലീവിന് വന്നിട്ടേ തിരിച്ചു പോകുന്നവരെ ഒരൊറ്റ ദിവസമില്ലാണ്ട് നല്ല പരിപാടിയായിരുന്നു, അറിയാവോ? എടാ, ആണുങ്ങളില്ലാത്ത വീട് നോക്കിയുള്ള അവരാ നിർത്ത്. ഒന്നുമല്ല, എല്ലാ ദിവസവും കൊണ്ടുവിട്ടതേ ഈ ഞാനാ. എപ്പ കൊണ്ടുവിട്ടുന്ന, എവിടെ കൊണ്ടുവിട്ടുന്ന? എന്നും രാത്രി ഒരു 11-11:30 ആവുമ്പേ ബൈക്കിൽ ഞാനാ കൊണ്ടുവിടുന്നത്. സേവിച്ചായ പുറകിൽ ചെന്ന് മാവിലൂടെ കയറി വെന്റിലേഷൻ വഴി താഴേക്ക് ഇറങ്ങും. പിന്നെ ഒരു 1-1.5-2 മണിക്കൂർ എന്റെ പൊന്നളിയാ തിരിച്ചു കൊണ്ടുവരുന്നത് ഞാനാ. എല്ലാ ദിവസവും രാത്രി മാവേ കൂടെ എഴുതി വീട് പണവേ. ഇത് മാത്രമൊന്നുമല്ല, വേറെ ഒരുപാട് പരിപാടികളുണ്ട് അവൾക്ക്. അളിയാ, നീ എന്റെ കക്കൂസി കയറി നോക്കല്ലേ, അവിടെ തീട്ട മാത്രമേ ഉള്ളൂ. ഒഞ്ഞു പോടാ. അല്ല പിന്നെ. എടാ, നീ ഇങ്ങോട്ട് വന്ന്. അളിയാ, ചങ്ക് പൊട്ടി ചാവല്ലേ. അളിയന് വേദനിച്ചെന്നാ തോന്നുന്നേ. എങ്ങനെയുണ്ട്? എടാ, നിനക്ക് 5 പൈസയുടെ വിവരമില്ലേ? എന്റെ പൊന്നിടാവേ, കഴിഞ്ഞ 8 മാസമായിട്ട് ഞാൻ അവളുടെ വീട്ടിൽ കയറുന്നല്ലേ. നീല എന്നെ കൊണ്ടുവിടുന്നത്. എന്റെ സ്വന്തം വീട് പോലെ ഞാൻ കയറുന്നതും പോകുന്നതും ഒക്കെ. ഒക്കെ ശരി തന്നെടാ, അവന്റെ പറച്ചിട്ടപ്പോൾ എനിക്ക് തോന്നി. അതിന് നീ ഇത്ര കളിക്കുന്നത് എന്തിനാ? എനിക്കൊന്ന് കയറി വന്നതാ. എടാ, നാട്ടിലുള്ളവന്മാർക്കൊക്കെ ഈമാരെ കാര്യത്തിൽ അപാര ബുദ്ധിയാ. ചെറിയ മണം അടിച്ചാൽ മതി, ഞാൻ പറഞ്ഞേക്കാം. അളയാ, അവളെ പറഞ്ഞ എനിക്ക് സഹിക്കൂല. കേറുന്നമാർക്ക് കൊണ്ട് ഒലിപ്പിച്ചുകൊണ്ട് കയറിയാൽ മതി.
റിസ്ക് മുഴുവൻ എനിക്ക് കൊണ്ടുവിടുന്ന മാർഗം അത് സാറിന് അറിയാവോ? 2-3 മണിക്കൂർ അവിടെ കൊതുകുടിയും കൊണ്ട് മൂഞ്ചിയിരിക്കുന്നു. ഇല്ല, ഞാൻ ഇല്ല, എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാനെങ്ങനെ പോവുകയാ? അയ്യടാ, അതിന് അടുത്ത ബന്ധുവിൻ്റെ മരപ്പിന് പോവല്ലേ, അത്രയ്ക്ക് അത്യാവശ്യമാണല്ലോ. നമുക്കെന്നാ കാർ എടുത്താലോ? അതാകുമ്പോൾ നീ മഴ നനയും വേണ്ട, കൊതുവും കടിക്കത്തില്ല. ഇതാണ് നീയൊക്കെ പൊട്ടന്മാരെന്ന് പറയുന്നത്. ഗൂഗിളിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീയൊക്കെ പരിഹരിക്കും. പക്ഷെ ഒരു പശു കുത്താൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നിനക്കൊന്നും അറിയത്തില്ല. നമ്മൾ ആ ബൈക്ക് തന്നെ വെക്കുന്നത് പാടുവിട്ട അപ്പോഴാണ്. ആ ഷൈനി, നിന്റെ കിഴപ്പം എനിക്ക് മനസ്സിലാവും, പക്ഷെ എൻ്റെ ഈ കിഴപ്പം എനിക്ക് മനസ്സിലാവാത്തത്. ആ മര്യാദക്ക് വീട്ടിൽ കിടന്നുറങ്ങണ്ട ഞാനാ. നീ തൽക്കാലം എന്നാ കാട്ട് കിടന്നു. ഓ ഒന്നുമില്ല, പോവും. ഓക്കെ, അളിയാ രാജധാനി അടിയാൻ പ്രതീക്ഷിക്കുന്നത്. പുനരൂർ പാസഞ്ചർ ആവല്ലേ? മൂട് കളയല്ലേ, പോയാടുന്നു. ഓ കിളന്നുറങ്ങിയോ? ഹോസ് ലൈറ്റ് ഉണ്ടായിരുന്നോടാ? ഇല്ലെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് മൂന്നാലായി പോയിട്ട് ഞാൻ മെമ്പർ വിളിച്ചൊന്നും പറഞ്ഞില്ല. എൻ്റെ കൊച്ചിന് നല്ല ബുദ്ധിയല്ലേ, 4-5 ദിവസമായി. ഇപ്പൊ എന്നെ കണ്ടില്ല എന്ന് വെച്ചാൽ നിനക്ക് എന്താ? എനിക്ക് കാണാൻ പിന്നെ വേറെ ആരാണ്? ദൈവത്തിനറിയാം. എന്ത് പറ്റി എൻ്റെ കൊച്ചിന്? ഒന്നുമില്ല, ഒന്നുമില്ല. ഒന്ന് വേഗ പഴയ ഷൈനിയായേ. ഏത് പഴയ ഷൈനി? ഇതേ കട്ടില് പഴയ ഷൈനി. ഈയടാ വാടി. ഒന്ന് പീരീഡ്സ് ആയെന്ന് വെച്ച് ഇങ്ങനെ സ്നേഹമെല്ലാം ഉണ്ടാവോ? സ്നേഹോ? ആർക്ക്? സ്നേഹമില്ല, 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 ഇല്ല. വല്ലാത്ത സ്മെല്ലാണല്ലോടി. ഇതുവരെ ഇത്രയില്ലായിരുന്നല്ലോ. 24 മണിക്കൂർ ഇത് അനുഭവിക്കുന്ന ഞാൻ എന്ത് പറയണം?
നിനക്ക് ഈ നരകത്തിൽ നിന്നെ ഒന്ന് രക്ഷിച്ചൂടെ? 3-4 കൊല്ലായി ഞാൻ ഇതിനകത്ത് കിടന്ന് അനുഭവിക്കുക. മനസ്സിൽ പിടിച്ചൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് എത്ര കാലായി എന്നറിയോ? മടുത്ത് പണ്ടാരടങ്ങി നിൽക്കുക ഞാൻ. എത്ര ചെയ്തിട്ടെന്ത് കാര്യം? എത്ര കാലം ഇനി ചെയ്യണം? നീ എൻ്റെ കൂടെ ഒന്ന് നിൽക്കുമോ? നമുക്ക് തിന്ന് അവസാനിപ്പിക്കാം. ഡാ, എൻ്റെ പൊന്നു ഷൈനി, എനിക്ക് പേടിയാ. നീ സമാധാനത്തോടെ ഒന്ന് കേക്ക്. 3-4 കൊല്ലായി പരുവത്തിൽ കിടക്കുന്ന അമ്മച്ചി ഒരു ദിവസം രാവിലെ മരിച്ചെന്ന് കേട്ടാ ആർക്കാടെ സംശയം തോന്നേ? ആരാ പരാതി പറയാൻ വരുന്നേ? ആരെങ്കിലും എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോകും എനിക്ക് തോന്നുന്നുണ്ടോ? അവരോട് ഈ ലോകത്ത് കുറച്ചെങ്കിലും സ്നേഹമുള്ളത് ആ അപ്പച്ചന് മാത്രം. അങ്ങേര് പോലും ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ വിളിച്ചോട് കർത്താവേന്ന്. എന്നാലും എനിക്കങ്ങോട്ട് എൻ്റെ ദേഹത്ത് എൻ്റെ മണമാണോ അതോ ഡെറ്റോളുടെ സ്മെല്ലോ?